എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു ചട്ടി മായ്ക്കുന്നതും അതുപോലെ തന്നെ മൺചട്ടി ഒരുപാട് കാലം കേടുകൂടാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഞാൻ പരമാവധി ലെങ്ത്ത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യാകുമാരി ചട്ടിയാണ്. ഈ ബ്ലാക്ക് ചട്ടി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ മയക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ ജസ്റ്റ് വെള്ളം 2 ദിവസം വെള്ളം തിളപ്പിച്ചിട്ടായാലും കളഞ്ഞാലും മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മീറ്റ് ഐറ്റംസൊക്കെ വയ്ക്കാൻ പറ്റിയ ഇത്തിരി ഉള്ളളവുള്ള ഉരുളിച്ചട്ടിയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഓൾറെഡി മായ്ക്കുന്ന വീഡിയോ ഞാൻ വേറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു ചട്ടി വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ അതിൽ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിന് പുറത്തെ ഡിസൈനിലും ഒക്കെ. അപ്പോൾ നമ്മളത് മുങ്ങി കിടക്കുന്ന രീതിയിൽ നല്ലോണം ഒരു ടബിൽ വെള്ളം നിറച്ച് ഒരു 24 മണിക്കൂർ അതിൽ മുക്കിയിടുക. അപ്പോൾ അതിലെ ഉള്ളിലെ സുഷിരങ്ങളിലൊക്കെ വെള്ളം കയറും. അതുപോലെ തന്നെ പുറമേ ഉള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഇളകി ഒന്ന് വൃത്തിയാവാൻ നല്ലതാണ്. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഗോതമ്പ് പൊടിയോ പഴയ അരിപ്പൊടിയോ കടലമാവോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കുക. ചകിരിച്ചോറോ അല്ലെങ്കിൽ സോഫ്റ്റായിട്ടുള്ള സ്ക്രബോ വെച്ചിട്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എക്സിബിഷനിൽ ഇപ്രാവശ്യം വാങ്ങിച്ച ചട്ടിയാണ്. അപ്പോൾ അത് അത്യാവശ്യം ഇതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ട് മായ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരു 3-4 ദിവസം നമ്മൾ ഇത് കഞ്ഞിവെള്ളം ഒഴിച്ച് ആണ് ഞാൻ മയക്കിയെടുക്കണേ. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് വെച്ചു. ഇതിൽ നന്നായിട്ട് ചകിരി സംഭവങ്ങളൊക്കെ ഇട്ട് അത്യാവശ്യം പുകയണ രീതിയിൽ കത്തിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടും അതെടുത്ത് ചകിരി ഉപയോഗിച്ച് നന്നായിട്ട് ഈ ചട്ടിയുടെ അകം പുറം കഴുകി വൃത്തിയാക്കുക. വീണ്ടും കഞ്ഞിവെള്ളം ഒഴിച്ച് അടുപ്പിൽ വയ്ക്കുക. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീണ്ടും ഈ ചട്ടി നന്നായി ഈ കഞ്ഞിവെള്ളം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പുതിയ കഞ്ഞിവെള്ളം ഒഴിച്ചു വയ്ക്കുക. അങ്ങനെ 3 ദിവസം ഇത് ചെയ്യുക. കഞ്ഞിവെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അരി കഴുകിയ വെള്ളം ഉണ്ടല്ലോ, അരി കഴുകിയ വെള്ളം അതിൻ്റെ 1ാമത്തെയും 2ാമത്തെയും വെള്ളം അതിലായിരിക്കും കൂടുതൽ ഇങ്ങനെ നല്ല തിക്കായിട്ടുള്ള വെള്ളം ഉണ്ടാവുക. അത് രണ്ടും പോരാത്തത് കഞ്ഞിവെള്ളം കൂടി എടുത്താൽ മതി. ഇപ്പോൾ 3 ദിവസം ഇത് കഴിഞ്ഞ് ഞാൻ കഴുകിയതിന് ശേഷം ഇനി ഇതങ്ങനെ അടിപ്പിടിക്കാതെയും എളുപ്പത്തിൽ കേട് വരാത്തയും രീതിയിൽ ഞാൻ മയക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റൂ വയ്ക്കാൻ വേണ്ടി നാളികേര പാല് പിഴിഞ്ഞതിൻ്റെ പീരയാണ്. അത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഇതിലെപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ടി വരുന്ന കാരണം ഞാൻ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടാണ് ഇളക്കണത്. ഇത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇതിപ്പോൾ നാളികേര പീര ആയതുകൊണ്ടാണ് എണ്ണ കിനിയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട്. നമ്മൾ കുറച്ച് നാളികേരമാണ് എടുക്കുന്നതെന്ന് അതിൽ ആ പാലുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് എണ്ണയിട്ട് കൺവേർട്ട് ചെയ്യും. അതുപോലെ നല്ലോണം എണ്ണമയം ഉണ്ടാവും. ഇതിൽ ഇപ്പോൾ കൂടുതൽ അളവുണ്ട്. ഞാനിതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ കുറച്ചധികം ഇത്തിരി ക്ഷമ വേണം. ചെറിയ തീയിലിട്ടിട്ടാണ് നമ്മളിത് വറുത്തെടുക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ വരും. ആ സമയത്ത് ഇതിൽ നിന്ന് എണ്ണ കിനിഞ്ഞ് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി തേങ്ങ ഉണ്ടായിരുന്ന ആ പാത്രത്തിൽ അതും കൂടി ഞാൻ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുത്ത് കണ്ടോ, അതിൻ്റെ കളറ് മാറി. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് പിഴിഞ്ഞെടുക്കുകയാണല്ലോ, അതുകൊണ്ട് അത്രയും ചെറിയ കഷ്ണങ്ങളാണ് നാളികേരം. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായിട്ട് അതിൽ നിന്ന് എണ്ണയൊക്കെ ഇറങ്ങി ചട്ടിയിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഒരു കരിയണ പരുവത്തിലാവണ വരെ ഞാൻ വറുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ കണ്ടോ നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ചട്ടിയുടെ കളറായാലും നല്ല ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഞാനൊരു പഴയ തുണിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനൊരു കിഴി പോലെ പിടിക്കാം, കാരണം അതിൽ നിന്ന് ഇങ്ങനെ എണ്ണ കിനിഞ്ഞു വരുന്നുണ്ടാവും. അപ്പോൾ ഈ ചട്ടി ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈവച്ച് ഈ കിഴി വെച്ച് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പിൻവശത്തും ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ചകിരിയൊക്കെ ഇട്ട് കത്തിച്ചുകൊണ്ട് തന്നെ ബാക്ക് ഭാഗം നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കിഴി വെച്ചിട്ട് പിൻവശം മുകൾ ഭാഗം നന്നായി നമ്മൾ എണ്ണ പുരട്ടിയെടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരല്പം എണ്ണ ഒഴിച്ച് തീ കത്തിച്ചതിന് ശേഷം ഞാനിതെല്ലാം ഇവിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാ കണ്ടില്ലേ. അപ്പോൾ ആ കിഴിയിൽ നിന്ന് വരുന്ന എണ്ണയും നമ്മളിതിലൊരു 1 സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ട്
പുകയണ രീതിയിൽ അത്യാവശ്യം, പക്ഷെ തീ ചെറിയ തീയിൽ വെച്ചാൽ മതി കേട്ടോ. ശ്രദ്ധിക്കുക, ആ വീഡിയോയിൽ കാണില്ല, അത്രയും തീ വെച്ചാൽ മതി. പക്ഷേ ഇങ്ങനെ ഒരു പുക വരുന്ന രീതിയിൽ നമ്മളത് കത്തിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കിഴി മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ വക്ക് ഭാഗത്തും കുറച്ച് ആവാത്ത ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ രീതിയിൽ പുക വരണം. അത് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്തിടാം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് ഇത് സാവധാനം തണുത്ത്, ഒരു തിരക്കില്ല, പതുക്കെ തണുത്തതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത പ്രോസസ്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അത്ര വലിയ പ്രോസസ്സൊന്നുമല്ല ഞാൻ പറഞ്ഞു. അപ്പോൾ തീയൊക്കെ തണുത്തു, എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ആ ഒരു കിഴി വെച്ച് എല്ലാ ഭാഗവും ഒന്നുകൂടി ഒന്ന് തുടച്ചു കൊടുത്തു. അപ്പോൾ നല്ല ഇങ്ങനെ ഒരു എണ്ണമയത്തോട് കൂടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ആ എണ്ണ മുഴുവനും ആ ചട്ടി അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ചട്ടി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ മറ്റേ മെറ്റലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒരിക്കലും നമ്മൾ മൺചട്ടി ഒന്നും ഉരച്ച് കഴുകരുത്. കാരണം നിറച്ചിങ്ങനെ അതത്രയും ഷാർപ്പാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാം ഇങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കും. നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള എന്തുകൊണ്ടും കഴുകി വൃത്തിയാക്കി ഉണങ്ങി തുടച്ചതിന് ശേഷം, നമ്മളൊരു തുണി വെച്ച് തുടച്ചതിന് ശേഷം ഒരു പ്രാവശ്യം കൂടിയും കുറച്ച് എണ്ണ മതി കേട്ടോ, ഒന്ന് എല്ലായിടത്തും കൈ വെച്ച് എല്ലായിടത്തും പരത്തി എത്തിക്കുക. അതിന് 2 ഡ്രോപ്പ് എണ്ണ ഒഴിച്ചുള്ളൂ. അത് കഴിഞ്ഞ് നമുക്കൊന്ന് വെയിലിൽ വെച്ച് ഒന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇത്രയും അധികം കാര്യങ്ങൾ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ 12 വർഷം 18 വർഷമായ ചട്ടികളുണ്ട്. കാര്യം നമ്മൾ ഇത്തിരി ഒന്ന് മയക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാലങ്ങളോളം ചട്ടി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ വിറകടുപ്പിൽ മാത്രം വെക്കണമെന്ന് വെച്ചാൽ ആ ചട്ടിക്ക് ഒരു കേടും സംഭവിക്കില്ല. നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെക്കുമ്പോഴാണ് അതിൻ്റെ അടിഭാഗം വീഴാനൊക്കെ ചാൻസ്. എനിക്ക് പണ്ട് അത് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്യാസിൽ ഫുൾ ഫ്ലെയിമിലൊക്കെ ചട്ടി വെക്കാറുണ്ട്. അതുകൊണ്ട് 1-2 ചട്ടികൾ ഇങ്ങനെ വീണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് വേറെ ഒരു ചട്ടികൾക്കും വേറെ ഒരു കുഴപ്പം വന്നിട്ടില്ല. അത് നമുക്ക് റിപ്പയർ ചെയ്യണ ഒരു വീഡിയോ ഞാൻ ഇടാട്ടോ. എൻ്റെ നല്ല ഇഷ്ടമുള്ള 2 ചട്ടി അതുപോലെ ചെറിയ വിള്ളൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാം. 1/2 മണിക്കൂർ നേരെ വെയിലത്ത് വെച്ചോളൂ. നല്ല അടിപൊളിയായിട്ട് ആ എണ്ണ മുഴുവനും അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ആ ചട്ടിയുടെ കളറ് തന്നെ മാറി. ഇനി നമ്മൾ ഇതിൽ ജസ്റ്റ് ഒരു വട്ടം കൂടി ആ കിഴി വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത് കേട്ടോ. നമ്മൾ നാളികേരം വറുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ കിഴി വെച്ചിട്ട് എണ്ണ നന്നായിട്ട് അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഇത് എടുത്തു വയ്ക്കാം. ഇപ്പോൾ ഉപയോഗിക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ പൂപ്പലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ട ഇങ്ങനെ ഉണ്ടായിരുന്ന കളർ ഉണ്ടായിരുന്ന ചട്ടിയാണ് ഇപ്പോൾ നമ്മൾ മയക്കി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കണം കേട്ടോ. അതിൻ്റെ കളർ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവുന്നല്ലോ. കണ്ടോ, ഇതുപോലെ നല്ല സൂപ്പറായിട്ട് മയങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇപ്പോൾ ഉപയോഗിക്കണില്ല എന്നുണ്ടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ലാസ്റ്റ് ഈ കിഴി വെച്ചിട്ട് ഒന്നുകൂടി നമ്മൾ ഇപ്പോൾ എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് അതൊന്ന് പേപ്പറിൽ പൊതിഞ്ഞ് എടുത്തു വയ്ക്കാം. അപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും പൂപ്പലോ അങ്ങനെ ഒന്നും വന്നിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ആ ചട്ടി ഉണ്ടല്ലോ, അതായത് മീറ്റൊക്കെ വെക്കാനായിട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ആ ചട്ടിയും കണ്ടില്ലേ, ഈ ഒരു നിറമായിരുന്നു. പക്ഷേ നമ്മൾ ഇത് ചായപ്പൊടി ഇട്ടിട്ട് മയക്കിയതാണ്. ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചെടുത്ത് നമ്മൾ മയക്കിയെടുത്താണ്. നന്നായിട്ട് മയങ്ങി കണ്ടോ ഉൾവശമൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉള്ളിലൊന്ന് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് അതൊന്ന് വലിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞ് എടുത്തു വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ വേഗം പൊട്ടുമില്ല. അതുപോലെ തന്നെ അതിൽ പൂപ്പൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് വെക്കണമെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കമഴ്ത്തിയിട്ട് വലിയ ചട്ടി അതിന് തൊട്ട് താഴെ കുറച്ച് ചെറിയ ചട്ടി അങ്ങനെ മുകളിലേക്ക് നമുക്ക് എടുത്തു വെച്ചാലും നമുക്ക് സൂക്ഷിക്കാനും അങ്ങനെ എളുപ്പമാണ് കേട്ടോ. ഇനി നമ്മൾ ചട്ടി മയക്കി കഴിഞ്ഞാൽ അത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതായത് നമ്മൾ പുതിയ ഒരു ചട്ടി മയക്കിയതിൽ ആദ്യമായിട്ട് എണ്ണ കൂടുതൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഉപ്പേരികൾ അതുപോലെ എന്തെങ്കിലും ഫ്രൈ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചട്ടിയുടെ ലൈഫ് കൂടാൻ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലൊരു കോവയ്ക്ക ഉപ്പേരിയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് ഇങ്ങനെ അബ്സോർബ് ചെയ്ത് പോകും. അപ്പോൾ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണം. പക്ഷേ ചട്ടിയുടെ ലോങ് ലൈഫിന് ഇത് വളരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആദ്യത്തെ 2-3 കുക്കിങ് നമ്മൾ എണ്ണ ചേർത്തിട്ട് ഉള്ള ഇതുപോലെയുള്ള തോരനുകളൊക്കെ വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പം നമ്മൾ ചട്ടി ഇളക്കണ സമയത്ത് ഇതിലിപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ ഒരു കയ്യിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് വല്ല സ്പാച്ചിലയോ അല്ലെങ്കിൽ മരത്തിൻ്റെ തവിയോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും നമുക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ കുക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച മത്തിക്കറിയാണ് വയ്ക്കണത്.
അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിൽ ചട്ടി ഇങ്ങനെ 2-3 വട്ടം എണ്ണ ഉപയോഗിച്ചിട്ടുള്ള കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ എന്ത് കറി വേണമെങ്കിൽ വെക്കാം കേട്ടോ. അടുത്തൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ തീ ഒരിക്കലും ഫുൾ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമില്ല. അത് ചട്ടി വിള്ളാൻ കാരണമാക്കും. അതുപോലെ തന്നെ ചൂട് കയറിക്കഴിഞ്ഞാൽ ആ ചൂട് നിലനിർത്താൻ ചട്ടിക്കൊരു കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ ചെറിയ ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു റിങ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ റബ്ബറിൻ്റെ ഒരു വളയം അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനത്തിന്മേലേക്ക് വേണം നമ്മൾ ഈ ചൂടുള്ള ചട്ടി വാങ്ങി വെക്കാനായിട്ട്. കാരണം മിക്ക ചട്ടികളും അടിവശം ഒരു കർവ് ഷേപ്പായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചൂടോടുകൂടി ഈ സ്ലാബുമ്മേലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ ബാലൻസ് വ്യത്യാസപ്പെട്ട് അത് വല്ല ക്രാക്ക് വീഴാനോ പൊട്ടാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെ ഒരു റിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തട്ടി വീഴില്ല, അത് നല്ല സീറ്റിംഗ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അത് ചട്ടിയുടെ ലൈഫ് കൂടാനായിട്ട് വളരെ നല്ലത്. അതുപോലെ ചൂടോട് കൂടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു സർഫസിൽ കൊണ്ട് വയ്ക്കുമ്പോൾ അപ്പോഴും വിള്ളൽ വരാനൊക്കെ അതിന് ചാൻസ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ചൂടോടുകൂടി ഒരിക്കലും ചട്ടി കഴുകരുത്, തണുത്തതിന് ശേഷം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കടലമാവാണ്. കടലമാവോ അരിപ്പൊടിയോ ഉപയോഗിച്ചിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ് അല്ലെങ്കിൽ ചകിരി വെച്ച് കഴുകിയെടുക്കാം. നമ്മൾ ചൂടോടുകൂടി ഒരിക്കലും ചട്ടി കഴുകരുത്. ചൂടാറിയതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും പൊടികൾ ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ മരത്തവി കൂടുതലായിട്ടും ഉപയോഗിക്കുക. ഞാൻ പണ്ടൊക്കെ സ്റ്റീലിൻ്റെ തവികൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ മരത്തവികൾ അതുപോലെ മരത്തിൻ്റെ കയ്യിലുകൾ അങ്ങനെയുള്ളത് വെച്ച് ഉപയോഗിക്കുമ്പോൾ പിന്നെ മീൻകറിയൊക്കെ ആകുമ്പോൾ നമ്മൾ വല്ലാതെ ഇട്ട് ഇളക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ തുടക്കത്തിൽ പക്ഷേ വഴറ്റാനൊക്കെ കുറച്ച് നേരം ഇളക്കണമല്ലോ. അപ്പോഴൊക്കെ മരത്തിൻ്റെ സ്പൂണോ കയ്യിലോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതും ചട്ടിയുടെ ലൈഫ് കൂട്ടും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വർഷങ്ങളോളം ചട്ടി ഒരു കുഴപ്പമില്ലാണ്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ മൺചട്ടിയിൽ പാചകം ചെയ്യുന്ന എല്ലാ വിഭവങ്ങൾക്കും പ്രത്യേക ടേസ്റ്റാണെന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ അത്രയും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച ചട്ടീനെ ലൈഫ് ലോങ് നമുക്ക് ഏകദേശം ഉപയോഗിക്കാം. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വേഗം വരാം. ബായ്.